ലോർഡ് ഓഫ് ദി റിങ്സിൻ്റെ വാർ ഓഫ് ദി റോഹിർ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിയേറ്ററിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് OTT അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഇതൊരു ആനിമേറ്റഡ് മൂവിയാണ്. നമ്മുടെ ലോർഡ് ഓഫ് ദി റിംഗ് ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ ആനിമേറ്റഡ് ഒരു ഔട്ട്പുട്ടാണെന്ന് പറയും. കാരണം ഇതുവരെ ഉള്ളത് ഫുൾ ലൈവ് ആക്ഷൻ സാധനങ്ങളാണ്. ടോൾക്കിൻ്റെ സ്റ്റോറീസിനെ ആസ്പദമാക്കി തന്നെയാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു വൺ ടൈം വാച്ച് എന്നതിലുപരി ഒരു 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 ഡൈഹാർട്ട് ലോർഡ് ഓഫ് ദി റിംഗ്സ് ഫാനായിട്ട് പോലും എനിക്കിതിലെ പല കാര്യങ്ങളും അത്ര അങ്ങോട്ട് പ്ലസൻ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം മെയിൻ പ്രശ്നം ഇതിലെ ആനിമേഷൻ ക്വാളിറ്റിയാണ്. കാരണം ഇതൊരു 2D ആനിമേഷൻ സ്റ്റൈലിലാണ് പിടിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് നമ്മൾ ഈ പല ആനിമയിലടക്കം ഈ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ നമ്മുടെ വിൻലൻഡ് സാഗയിലടക്കം ഇങ്ങനത്തെ ഒരു ഇതേ മോഡാണ്. അങ്ങനത്തെ പല സാധനങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ ഈ ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ലോർഡ് ഓഫ് ദി റിംഗ്സിൻ്റെ ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അതിനോട് ഇത് തീർത്തും യോജിക്കുന്നില്ല. ഇതിൻ്റെ ആ ഒരു ആനിമേഷൻ ക്വാളിറ്റി എനിക്ക് പേഴ്സണലി ഒരു പക്ഷേ ഒരു 3D മോഡലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ ആസ്വാദനം കൂടിയാണ്. സോ ഒരു 2D ആനിമേഷൻ ഈ സിനിമയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഇപ്പോൾ മറ്റ് ലോർഡ് ഓഫ് ദി റിംഗ്സിലെ സ്റ്റോറി ലൈൻ എനിക്ക് ചോദിച്ചാൽ അതിപ്പോൾ അത്ര വലിയ മാരക കഥയൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ഒഴുക്കുണ്ട്, ആ ഒരു കാലഘട്ടം, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നോസ്റ്റാലജിക് ഫാക്ടർ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഭയങ്കര അധികം ജനറിക്കാണ്, ഭയങ്കര പ്രിഡിക്റ്റബിൾ ആണ്. അടുത്ത് എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഒരു 2 ഫാമിലീസ് തമ്മിൽ ഉണ്ടാകുന്ന ചെറിയൊരു ക്ലാഷ്, അതെങ്ങനെയാണ് ഒരു വലിയ വാറായിട്ട് അല്ലെങ്കിൽ മിഡിൽ എർത്ത് തന്നെ കണ്ട ഒരു വലിയ വാറായിട്ട് മാറിയതുള്ളത് എന്നാണ് സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. സോ ചില കാര്യങ്ങൾ, ചില റെഫറൻസുകളൊക്കെ ഇപ്പോൾ നൊസ്റ്റാൾജി തരുന്ന കുറേ സാധനങ്ങളൊക്കെ സിനിമയിൽ, ഈവൻ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടക്കം നമുക്കിങ്ങനെ പഴയ ഒരു ഓർമ്മ വരും. സോ അങ്ങനത്തെ കുറേ നൊസ്റ്റാൾജിക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു ഓവറോൾ ഒരു സിനിമ എന്ന രീതിക്ക് അത്ര എൻഗേജിങ് അല്ല ഈ പടം. ഒരു കുറേ റൺ ടൈം ഉണ്ട്. മറ്റ് ലോർഡ് ഓഫ് ദി റിംഗ്സ് സിനിമകൾ പോലെ തന്നെ ഒരു 2-2.5 മണിക്കൂറൊക്കെ ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഉള്ളതില്ല. ലൈവ് ആക്ഷൻ ആണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കുറേ കൂടി കണ്ടിരിക്കാനുള്ളത്. പക്ഷേ ഇത് അത്രയ്ക്കില്ല. ഒരു 1-1.5 മണിക്കൂറിൽ ചുരുക്കിയായിരുന്നെങ്കിൽ കുറേ കൂടി ഉണ്ടായിരുന്നു. സോ ആ റൺ ടൈമിൻ്റെ ഒരു ഇഷ്യൂ, ഈ ഒരു ആനിമേഷൻ ക്വാളിറ്റി ആണ് എന്നെ കുറച്ചൊക്കെ ഈ സിനിമ അത്രയ്ക്ക് കൂടെ ഒരു തൃപ്തിപ്പെടുത്തുക. അതൊരു എന്നാലും സ്ഥിരം ഇങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ മറ്റ് ലോർഡ് ഓഫ് ദി റിംഗ്സ് സിനിമകളെ പോലെ, ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ട്രയോളജിയോ അല്ലെങ്കിൽ മറ്റ് ഹോബിറ്റ് സിനിമകളെ പോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ വാച്ചിനുള്ളത് ആ ഒരു ഫാക്ടറൊന്നും സിനിമയിൽ എവിടെയില്ല. സോ ഒരു വട്ടം കാണാൻ പറ്റുന്നൊരു സിനിമ. ഇനിയിപ്പോൾ വേണമെങ്കിൽ റിംഗ്സ് ഓഫ് പവർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി മുന്നിലാണ്. റിംഗ്സ് ഓഫ് പവറൊക്കെ നമുക്ക് ഒരു എപ്പിസോഡ് മുഴുവൻ കണ്ടു തീർക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. സോ അതിനെ വെച്ച് നോക്കുമ്പോൾ വാർ ഓഫ് ദി റോഹിർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ പിന്നെ കണ്ടിരിക്കാം. പക്ഷേ നമ്മുടെ പഴയ ആ ഒരു ട്രയോളജി, ഹോബിറ്റ് ട്രയോളജി അല്ലെങ്കിൽ ലോർഡ് ഓഫ് ദി റിംഗ്സ് ട്രയോളജി, അതിൻ്റെ അത്ര ഇല്ല. സോ ഒരു കുഴപ്പമില്ലാത്തൊരു സാധനം. ഇനി ഇതുപോലത്തെ കുറേ സ്പിൻ ഓഫുകളും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെവലപ്മെൻറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. സോ എനിക്ക് പേഴ്സണലി ഒരു വലിയ സംഭവമായിട്ട് തോന്നാത്തൊരു പടമാണ് വാർ ഓഫ് ദി റോഹിറും. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.